ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് മീര നായർ. അങ്ങനെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദ്യയിലെ ആബാലവൃദ്ധം ജനങ്ങൾക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്, പരിപ്പ്. ചെറുപയർ അലകാക്കി തൊലി കളഞ്ഞെടുക്കുന്ന പരിപ്പ് കൊണ്ടുള്ള പരിപ്പ് കറി അഥവാ പരിപ്പ് ഇത്ര എളുപ്പം വീട്ടിൽ തയ്യാറാക്കാം എന്ന് ചെയ്തു നോക്കിയപ്പോഴാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത്. വീട്ടിൽ അമ്മൂമ്മയും മറ്റും നിഷ്പ്രയാസം ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇത് നമുക്ക് കണ്ടു നോക്കാം. 3-4 പേർക്ക് 1-2 നേരം കഴിക്കാവുന്നത്ര പരിപ്പ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അതിനുവേണ്ടി 1/2 ഗ്ലാസ് പരിപ്പ് ഞാനിവിടെ പാത്രത്തിലേക്കിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നു. 1-2 പ്രാവശ്യം കഴുകിയെടുത്ത ശേഷം അതിലേക്കൊരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നു. എന്നിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം ചേർത്ത് തിളപ്പിക്കാനായി അടുപ്പത്ത് വയ്ക്കുന്നു. ഇത് നല്ലപോലെ വേവണം. അതിനുവേണ്ടി അടപ്പ് വെച്ച് അടച്ച് വേണം ചെറിയ തീയിലിട്ട് ഈ പരിപ്പ് വേവിക്കാൻ. ഈ സമയം ഇതിന് വേണ്ടതായ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പിടി തേങ്ങ തിരുമ്മിയത്, അതിലേക്ക് ജീരകം ഒരു നുള്ള്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. എത്ര സ്മൂത്താക്കാൻ പറ്റുമോ അത്രയും സ്മൂത്തായി വേണം അരച്ചെടുക്കാൻ. അതിലേക്ക് അല്പാൽപമായി വെള്ളം ചേർത്ത് വീണ്ടും പല ആവർത്തി അരച്ച് നല്ല മഷി പോലെ വെണ്ണ പോലെ അത് സോഫ്റ്റായി സ്മൂത്തായി വരണം. ഈ സമയത്ത് ചെറുപയർ വെന്ത് കഴിഞ്ഞു, നല്ലപോലെ വെള്ളമെല്ലാം വറ്റി. ഇനി ശരിക്കും അത് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്ത ശേഷം അതിലേക്കൊരു ചെറിയ ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം തീരെ ചാറില്ലാതെ വരാൻ പാടില്ല, ഇത് ഒരുപാട് വറ്റിപ്പോയി. അതുകൊണ്ട് കുറച്ച് ചൂടുള്ള വെള്ളം അതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ വീണ്ടും ശരിക്കും ഉടച്ച് ഇളക്കി എടുക്കുന്നു. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നെയ്യാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൽ ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, വെളുത്തുള്ളി, ജീരകത്തിൻ്റെ അരപ്പും ഒരൽപ്പം ഉപ്പും ചേർത്ത് ശരിക്കും ഇളക്കി യോജിപ്പിക്കുക. 1-2 മിനിറ്റ് കൊണ്ട് തേങ്ങ വേവും. എന്നിട്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ പരിപ്പ് തയ്യാർ. ഉച്ചയ്ക്ക് പപ്പടം കൂട്ടി ചോറിനോടൊപ്പം കഴിക്കാനായി കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഈ പരിപ്പ് കറി എല്ലാവരും ഇനി വീട്ടിലുണ്ടാക്കി നോക്കുക. സദ്യയ്ക്കൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈസിയായി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനിയും ഇതേപോലെയുള്ള നല്ല വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.